നിന്നെ കാണാൻ എസ്മേനെ പോലെ തന്നെയുണ്ട്. മാമ ഒരു പർപ്പിൾ കളർ ഡാലിയ വിരിഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ 3 പേരും കൂടെ നിൽക്കുമ്പോട്ടാ നല്ല രസം. ആ ഒരു സൗണ്ട് സഹിക്കുന്നു ചിരിക്കുക. ആ സൗണ്ട് ഉണ്ടാക്കിയപ്പോ നമ്മൾ ചിരിക്കുന്ന ആൾക്ക് അറിയാം. ഞാനിന്ന് പോർക്ക് കറി ഡിന്നറിന് ഉണ്ടാക്കുന്നു കേട്ടാ. മൃങ്ങപ്പൻ ചായയും കാപ്പിയൊക്കെ ആയിട്ട് കയറി ഇരുന്നിട്ടുണ്ട് വണ്ടിയില്. That's a different view today. Hey Chuma, hey, what is this? Everybody there. Vikramadityan, look here. Esmay, look here. ഇന്ന് ഡിഫറെൻ്റ് ആംഗിളിൽ നിന്നാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ 6:30 തന്നെ എൻ്റെ ഓട്ടമാണ് ഗോൾഡ്. ജോലി സ്ഥലത്ത് നീണ്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാ, ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ. പൊട്ടിക്കില്ലെന്ന് അവര് ഇവളനെ. സോ ഗുഡ് ഓൺ യു ഗോ. ഗോൾഡ് ഒന്നല്ല ലഞ്ച് ഉണ്ടാക്കി വെച്ചില്ലേ അവളുടെ. മാം വാട്ട് പൊക്കോ. നിങ്ങൾക്ക് സ്നേഹനിധിയായ ഹസ്ബൻഡ് ഉള്ള കാരണം കുഴപ്പമില്ല. പൊക്കോ പോയി കുളിച്ചോളെ. ആ ആ ഉണ്ടാക്കി കഴിഞ്ഞത് നീ ലഞ്ച് ബോക്സ് എടുത്തേക്കാണ്. പിന്നെ പ്രിങ്ങാണല്ലോ. അയ്യോ മുട്ടച്ചോറ് മമ്മു. അയ്യോ മുട്ടമ്മ. നിന്റെ പേര് അച്ചുമ്മേന്നാണോ? പിന്നെ കൊച്ചുമ്മോ? ആ ഉമ്മ കുളിച്ചുമ്മോ? അപ്പോഴേക്ക് മോന്തൊന്നും ഇങ്ങനെയായല്ലോ. ഒന്നിങ്ങനെ ആക്കിയ എസ്മയാക്കണ പോലെ. നിന്നെ കാണാൻ എസ്മേനെ പോലെ തന്നെയുണ്ട്. എനിക്ക് വേണം നിന്റെ ജെൻസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു അവൾക്ക്. ആ സ്വഭാവവും പറയേ. അല്ല എനിക്കറിയില്ല, നീ പറഞ്ഞാൽ മതി. ഗോൾഡയുടെ ലഞ്ച് 2 ബർഗർ പാരീസ്, 1 ബർഗർ ബൺ, ഓറഞ്ച്, കോട്ടേജ് ചീസ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് സവർ ക്രീം. അത് ഉൾക്ക് ബർഗർ ആക്കാനുള്ള സവർ ക്രീം ആൻഡ് മൈ കോഫി. എ ഗുഡ് മോർണിംഗ് ഫ്രം എ ഡിഫറെൻ്റ് ആംഗിൾ ടുഡേ. ദാറ്റ്സ് ഗുഡ്. പക്ഷേ എനിക്ക് ആക്ച്വലി രാവിലെ എണീറ്റിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. വോക്ക് ആൻഡ് ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഹെവി ലിഫ്റ്റിംഗ് ട്രെയിനിങ് ഐ ഡോണ്ട് റെക്കമെൻഡ് ഇൻ ദ മോർണിംഗ്. അതല്ല വെച്ചെങ്കിൽ വാട്ട് വി ക്യാൻ ഡു, ജസ്റ്റ് ഒന്ന് ബോഡി വോമായിട്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഹെവി ട്രെയിനിങ് ജിമ്മിൽ ആക്സസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മേ ബി ഫോർ ദ ട്രെയിനേഴ്സ്, അതല്ല വെച്ചെങ്കിൽ ബോഡി ബിൽഡേഴ്സിനൊക്കെ എ ഗുഡ് ഓപ്ഷൻ. റെഗുലർ ഫിറ്റ്നസ് അല്ല വെച്ചെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് ഐ വുഡ് റെക്കമെൻഡ് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് എ വാക്ക് ഇൻ ദ മോർണിംഗ്. ചെറിയൊരു ജോഗിങ്, ഗെറ്റ് ദ ബോഡി കുറച്ച് ആക്ടിവേറ്റായിട്ട് ജോലിക്ക് പോവുക. തിരിച്ച് വന്നിട്ട് നമ്മുടെ ബോഡി ഒന്ന് റിയലി വോമായി. മേ ബി ബെസ്റ്റ് ടൈം എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ കേസിൽ കേട്ടോ. ഒരു റെക്കമെൻഡേഷനും ഇല്ല ലഞ്ച് ടൈം അല്ലെങ്കിൽ ബിഫോർ ലഞ്ച്. ഒരു 10:30-11 മണി ദ ബെസ്റ്റ് ടൈം. അതല്ല വെച്ചെങ്കിൽ ആഫ്റ്റർനൂൺ. ചിലവർ പുലർച്ചയൊക്കെ പോയി ട്രെയിൻ ചെയ്യണം. പുലർച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സർക്കേഡിയൻ റിതം വെച്ചിട്ട് ഉറങ്ങുന്ന സമയമാണ്. ഈവനിങ് ഓൾസോ 7 o'clock 8 o'clock ജസ്റ്റ് അബൌട്ട് നമ്മളൊരു സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് വീണ്ടും നമ്മൾ ആക്ടിവേറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ലോങ് ഇടിഞ്ഞു വീഴൊന്നുമില്ല. ബട്ട് ഇഫ് യു ആസ്ക് മീ ദ ബെസ്റ്റ് ടൈം, walking or a little bit of a slow jogging in the morning, get your body warm up. Around lunch time, if you get some time, just go lifts. High recommendation. ജിമ്മിലേക്ക് പോകാൻ ആക്സസിബിലിറ്റി ഇല്ല, ഒന്നുമില്ല വെച്ചെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ഒരു 20 കിലോൻ്റെ 2 ഡമ്പല് അല്ലെങ്കിൽ 30 കിലോൻ്റെ 2 കെറ്റിൽ ബെല്ല്. ജസ്റ്റ് ഡു ഡെഡ് ലിഫ്റ്റും സ്ക്വാറ്റ്സും ഓൺലി. Nothing else you need. A simple one, just one workout. Or മുകളിലേക്ക് പോകണമെങ്കിൽ പിന്നെ നമ്മുടെ നേരത്തെ ചോപ്പിംഗ് ബോർഡ് നോക്കിയേ, എന്ത് ഭംഗിയെന്ന് നോക്കിയേ. ഓക്കെ, അപ്പോൾ ഒരു ലെയർ ഓഫ് കോട്ടിംഗ് അല്ലേ നമ്മൾ ഇന്നലെ ചെയ്തേ. അപ്പോൾ ഒരു കോട്ടിങ് കൂടി അടിച്ചിട്ട് നമുക്ക് ഒരു ഫുൾ ഡേയും കൂടി എടുത്തു വയ്ക്കാം. ദെൻ വിൽ ബി നൈസ്. മാഡംസ് എഴുന്നേറ്റാ? മോർണിംഗ് മാംസ്. Thank you. That was quick. Thank you for giving to me. ഞാൻ വന്ന അപ്പളേക്ക് എടുത്തു തരും. താങ്ക് യു.
Good girls, Dada's good girls. Thank you. Where is your on top tent? Morning. Say morning. Good morning, Edamma. Morning. You had a good sleep last night, Esme? Anna, ഉറങ്ങിയോ കുട്ടി ലാസ്റ്റ് നൈറ്റ്? എന്താ നോക്കണേ? അവിടെ പിന്നെ ഇടുമ്മ കാണണ്ട ഞങ്ങളെന്നെ ആ മുടി മുകളിൽ കിടന്നിട്ട് കാണണ്ട? ഏറുമ്പക്ക് ഞങ്ങളെന്നെ കാണണ്ട? That's good. മാപ്പ മമ്മ ഒരു പർപ്പിൾ കളർ ഡാലിയ വിരിഞ്ഞിരിക്കണ പോലെ നിങ്ങൾ 3 പേരും കൂടെ നിൽക്കുമ്പോൾ കേട്ടോ നല്ല രസമുണ്ട്. ആരെനിപ്പോൾ പിടിക്കണ്ടേ? ഏറുമാ നിന്റെ മുടിക്കെട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോയാൽ എന്താ? ഓ ആ കുണ്ടി ഒരു തരി അങ്ങോട്ട് നീക്കിയ വെക്കേ ഇണ്ട് വന്നേ ഇങ്ങോട്ട് ഇടുക കൊണ്ടുപോണ്ട്. അടുത്ത ആൾ ടേക്ക് പ്ലേസ്. ഗുഡാട്ടാ കുട്ടിയുടെ മുടി കെട്ടിക്കോട്ടെ ഏട്ടാ. ആ തുറത്തുകൊണ്ട് പറഞ്ഞോടി മുടി നനഞ്ഞിരിക്കണ്ട. ഓക്കെ ആണോ? ഓക്കെ. പർപ്പിൾ കളർ ഡ്രസ്സ് നിനക്ക് നല്ലതാട്ടാ. അതിൻ്റെ ഒപ്പം മൂക്കുത്തി കാണാൻ നല്ല ഭംഗിയുണ്ട്. പർപ്പിളിൻ്റെ കൂടെ എനിക്ക് വേണേൽ ഗോൾഡ് നന്നായിട്ട് മാച്ച് ചെയ്യുന്നു അല്ലേ? അതേ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആണോ? ഗോൾഡ് ഒന്നിൻ്റെയും കൂടെ കോൺട്രാസ്റ്റിംഗ് അല്ല, പക്ഷെ പർപ്പിളിൻ്റെ കോൺട്രാസ്റ്റിംഗ് കളറാണോ യെല്ലോ? യെല്ലോൻ്റെ ഓപ്പോസിറ്റ് പർപ്പിളാണോ? ഹൗ ഡു വി നോ ദാറ്റ്? ശേ നമുക്ക് തോന്നണത് ഇടുക അത്രേ ഉള്ളൂ. അങ്ങനെയാണോ നീ ഇടാറ്? എപ്പോഴും നിനക്ക് തോന്നണ ഒരു രസമാണോ? ഇപ്പം നീ ഒരു കടയിൽ നിന്ന് പിന്നെ കണ്ണടച്ചൊരു ഷോപ്പ് ചെയ്താൽ പോരെ? അല്ല എനിക്ക് തോന്നണതല്ലേ ഞാൻ എടുക്കണേ. അതന്നെ ഞാൻ പറഞ്ഞ. അപ്പം നീ ഒരിക്കലും നിന്റെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്യണ കളർ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എടുക്കും. അങ്ങനെയൊക്കെ നോക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ മറന്നു പോകും. നീ ഇഷ്ടപ്പെട്ടു എടുത്തു എന്നുള്ളത് ആകെ ഒരാളേ ഉള്ളൂ, ഒരു സാധനമേ ഉള്ളൂ ലൈഫിൽ. ഇതാ വരുന്നു മാഡം വന്നു. കുളിച്ചാ? കുളിന്തേവാരൊക്കെ കഴിഞ്ഞാ? കോൾഡ് ഷവർ എടുത്താ? മോന്നോട്ടെ കോൾഡ് ഷവർ എടുത്തിട്ടുണ്ടോ? അവിടെ നോക്കിയിട്ട് പറയാം എടുത്തിട്ടില്ല ചേട്ടാ, ഇന്ന് കോൾഡ് ഷവർ എടുത്തിട്ടില്ല ചേട്ടാ. കോൾഡ് ഷവർ എടുത്തു കഴിഞ്ഞാൽ രാവിലെ മുഖം നല്ല ഫ്രഷായിട്ട് വിജൃംഭിച്ചിട്ടിരിക്കും. ലൈക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടാവും കൂടുതൽ, കാരണം ബോഡി ഷെയ്ക്കായിട്ട് ഇങ്ങനെ. ഇതിപ്പോൾ രാവിലെ ഉറങ്ങിയ പോലെ തന്നെ ഇരിക്കണ മുഖം, അത് വോം ഷവർ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഈസ് ദാറ്റ് ട്രൂ? നോ I know you didn't have a cold shower, pata. Oh, good day, my. You kiddos. ഇവിടെ നിന്ന് ഇറങ്ങി കുഴിയാനെ കുണ്ടി അങ്ങോട്ട് തിരിച്ച് കയറ്റി വെച്ചു. ഏർമ്മ നീ അടി കുറേ അധികം നീ മേടിച്ചു കൂട്ടൂട്ടാ. ഓ ഡേ സൈഡിലിരിക്കാനാടെ എനിക്കിങ്ങനെ എന്താ കുഴപ്പമുണ്ടാ? കൊക്കോ കുഴപ്പമുണ്ട്. ഓ നല്ല രസമുണ്ട്. ആലിസമ്മാമ കുറച്ച് മുടി ഡൈയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ രാവിലെ ഇരിക്കും. അമ്മയുടെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയിട്ട് പാക 4-3-7 കൂടിയുള്ളോ. അപ്പോൾ അമ്മ രാവിലെയൊക്കെ ആക്കിയിട്ട് ഇരിക്കുമ്പോൾ ഞാനും പപ്പയും സൈഡിൽ നോക്കി ചിരിക്കും. ഇപ്പം കിട്ടുന്നുണ്ട് അമ്മേരെന്ന് എനിക്ക്. ഈ ചെക്കന് എന്തിട്ട് കേട്ടറാ നിനക്ക് തെട്ടിയതല്ലേ ഇപ്പോൾ നിങ്ങൾ പറയണേ? അതെ ആലിസമ്മമാരെ ജൂനിയർ നിൽക്കണ കൂടെ. ആലിസമ്മ വെൻ ഷി വാസ് യങ് പ്രിറ്റി ആയിരുന്നു. നീ അമ്മയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്? നീ പപ്പേനെ കൂടെ നിൽക്കണേ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഈ മനുഷ്യൻ്റെ കൂടെ എങ്ങനെ എൻ്റെ അമ്മ പോയെന്ന്. സത്യം, ഷി വാസ് വെരി പ്രിറ്റി. ആ ഒരു സൗണ്ട് സഹിക്കുന്നു ചിരിക്കുക. ആ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചിരിക്കുന്ന ആൾക്ക് അറിയാം അല്ലടാ. ഇത് എവിടെ നിന്ന് ഉണ്ടാക്കണം? നല്ല രസമുണ്ട്, ഫോട്ടോ എടുക്കാം. നല്ല രസം. അവിടെ ഇരിക്കി. ഗുഡ് ഗേൾ. നീ എന്തെങ്കിലും ചെയ്യ്. ദയവ് ചെയ്തിട്ട് നീ രാവിലെ എനിക്ക് ചോക്ലേറ്റ് കാണിച്ചു തരാണ്ടിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. വേണ്ട ഇറക്കി വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻഡപ്പ് ആയാ? സിറ്റ് ഡൗൺ ആണ് ഡാഡ പറഞ്ഞേ. അവിടെ ഇരുന്നോ സിറ്റ് ഡൗൺ പ്ലീസ്.
Sit down, please, Irma. Out here. Sit down, please. Sit down, Irma. Okay, Esme. Irma, you sit down, please. Good morning, guys. It's egg time in the morning. Bit of a protein, bit of a micronutrients. That's every day. It's a very good meal you can eat. And Ira and Esme are eating it. So prefer at least 1 egg in a day. Kiddos out there. Oh, whoa, whoa, oh, whoa, whoa. And they? Kiddos out there eat 1 egg a day at least. Good girl, Esme. Esme, നീ എൻ്റെ ബാക്കിൽ പോയി ഞാൻ എങ്ങനെ തരിക? Good girl, Irma. Good girl, Irma. ഇത് കഴിഞ്ഞ ലാസ്റ്റ് യോഗട്ട് കൂടി ഉണ്ട് കേട്ടോ ഇന്ന്. That's a sweet for them. A morning dessert is a yogurt, plain yogurt, not a flavored yogurt. Nothing. Oh, that's not good. അവിടുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ട് ഇവിടെ എത്തിയിട്ടാ. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 150 ml തൈരും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ടയും 150 ml തൈരാണ്. വിൻ്റർ ടൈമിൽ അല്ലെങ്കിൽ എനി ടൈമിൽ എപ്പോഴും പറയും കഫക്കെട്ട് വരും തൈര് മുട്ടയൊക്കെ തിന്നാലെന്ന്. തൈര് is the best food to feed our kids. Okay, not a flavored yogurt, the regular yogurt. Even in a winter or summer, nothing will happen because of തൈര് കഴിച്ചുകൊണ്ട് നീർക്കട്ടോ അല്ലെങ്കിൽ നീരുവീഴ്ചയൊന്നും വരില്ല. You can feed them തൈര്, especially homemade തൈര്. It's always good, best, because you know what exactly inside. Thank you. So breakfast done. Beautifully, oh. Good morning, Kodangalur. Konayadi with Team Boom Bang. Boom Bang. Okay. Good morning, Kodangalur. Kodangalur എന്നാണ് ട്ടോ അവൾ പറഞ്ഞത്. How are you fellows? Beautiful day in Auckland. Beautiful as. It's cold. It's not really cold. ഇന്ന് 6 degree ആണ് കാണിക്കണേ. Nice. Kiddos are very happy. Ate well. No problem. Done and dusted. Lovely. Mom. Mic കെട്ടിടാ പിങ്ങ. അമ്മയ്ക്ക് കൊടുത്തറ. പറ. What do you got to say, Mom? Excited to go back to your work? Excited പിന്നെ ജോലി സ്ഥലത്ത് ഇന്ന് നിന്നെ ആരെങ്കിലും ബീറ്റ് ചെയ്തു നടത്തതിൽ ബീറ്റ് ചെയ്തു എന്നൊക്കെ നിനക്ക് അറിയാൻ പറ്റുമോ? എന്നെ ബീറ്റ് അല്ല, അത് എല്ലാ ദിവസവും മെസ്സേജ് അയക്കും. എല്ലാ ദിവസവും ബീറ്റ് ചെയ്യാറുണ്ട് എന്നെ. ഞാനാണ് ഏറ്റവും ലാസ്റ്റ്. ഏറേനി അസ്മേനി നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോ കാണിച്ചു കൊടുക്കാൻ പറയാം. ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ ബഹളം ഒന്ന് കാണിച്ചു കൊടുക്ക്. ആ ഹലോ ബിളെ ഹലേ ഏ ബിളെ ഹലേ ആ ആ ആ ആ ഓക്കെ. എങ്ങനെ ലേറ്റ് ആയേ ഈ മാതിരി നേരത്തെ? Then you should be early. Bye, Ma. ഇത് ചോദിച്ചതിനാണ് മന്നെ തെറി വിളിച്ച് കണ്ടുപിടിച്ചത്. ടാറ്റാ. ടാറ്റാ. ബൈ ബൈ. ബൈ എസ്മേ. ഇന്ന് പുതിയ കല്ലൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ അവളുടെ അവിടെ. ആ ലഞ്ചൊക്കെ എടുത്താ ഓക്കെ ബൈ. ഞാനിന്ന് പോർക്ക് കറി ഡിന്നറിന് ഉണ്ടാക്കുകയാണ് കേട്ടോ. പോർക്ക് കറിയല്ല, ആക്ച്വലി പോർക്ക് ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു സെമി കുറച്ചിങ്ങനെ റോസ്റ്റൊക്കെ പോലെ ഇരിക്കില്ലേ, അതിന് എന്താ പറയുക, കുറച്ചിങ്ങനെ പരണ്ട് കറുത്ത കളറിൽ കറുത്ത കളറിൽ വരുത്തിക്കാൻ നമുക്ക് കുറച്ച് സോയ സോസ് പടയ്ക്കാമെന്ന്. ഈസി. അപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ പണി അങ്ങ് കഴിഞ്ഞ് കിട്ടും. ഞാനിവിടെ കുറച്ച് സബോള വാട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കൻ മസാല അതിലേക്ക്, എന്ത് മസാല വേണമെങ്കിൽ കേട്ടോ. ഇവിടെ നിന്ന് ചിക്കൻ മസാല ഇങ്ങനെ റെഡി ടു മിക്സ് ഉള്ള കാരണം ഇട്ടു എന്ന് മാത്രം. നമുക്ക് സെപ്പറേറ്റ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഈസി കുക്കിംഗ് ആണ് ഇതെല്ലാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇനി നമ്മുടെ പോർക്ക് ഞാൻ കുക്കറിലല്ല കേട്ടോ വേവിക്കണേ, ജസ്റ്റ് ഒരു പാത്രത്തിലിട്ട് പതുക്കെ വറ്റിച്ച് വേവിക്കാം. അപ്പോൾ ഒരു നാച്ചുറലി ഇവാപ്പറേഷൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. സോ ദാറ്റ്സ് ഗുഡ്. കുറച്ച് ഉപ്പ്, കറിവേപ്പില, ഇനി പോർക്ക് മൂടാവുന്ന അത്രയും വെള്ളം. ഇതാണ് ഇനി ഇവിടെ നിന്ന് പതുക്കെ വേവട്ടെ.
അടച്ചു വെച്ചിട്ട് ഒരു ചെറു തീയിൽ ഇതിരുന്ന് പതുക്കെ വേവട്ടെ കേട്ടോ. ലഞ്ച് ടൈം. ഇതേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണണം. ഇനി ഇതിനു മുന്നേ ശ്രദ്ധിക്കാണ്ടേ ഒന്നും അറിയില്ല. ഒരു 10-15 കൊല്ലമായി ന്യൂസിലാൻഡിൽ ബീഫും പോർക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മീൻസ്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ചില ഈ സോസേജിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് സീ ഫുഡും പോർക്കും ഒക്കെ ചേർത്തിട്ട്. പക്ഷേ ബീഫ് ആൻഡ് പോർക്ക് മിക്സ് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം തന്നെ ഞാൻ അത് മേടിച്ചു. ഇതുകൊണ്ട് വെച്ചൊരു ബർഗർ ഉണ്ടാക്കാം നമുക്ക്. ലഞ്ചിന് പോർക്കും അതുപോലെ തന്നെ ഇതും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ബർഗർ അടിക്കാം അല്ലേ. ബി നൈസ്. 300 ഗ്രാമായിരുന്നു 100 ഗ്രാമിൻ്റെ ഈച്ച് പാറ്റി. ഒരെണ്ണം പ്രിങ്ങൂന്. നമ്മുടെ 2 പാറ്റിയും വെന്തു. ചീസ്. Patty on top. And the bun. Easy lunch. എത്ര നേരം വേണാ കഴിഞ്ഞല്ലേ. little bit of a sauce. ആരാ ചോദിച്ചു ഈ സോസ് ചേട്ടാ ഹൈ കാലറി അല്ലേ? ഓഫ് കോഴ്സ് ഇറ്റ്സ് ഹൈ കാലറി. എസ്പെഷ്യലി കടയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇത് പ്യുവർ എഗ്ഗിൻ്റെ ആണെന്ന് തോന്നുന്നു. സോ എഗ്ഗാണ് ഇതിൽ മെയിൻ കാലറി ആയിട്ട് വരുന്നത്. ഇഫ് ദേ ഹാസ് ഗോട്ട് സം ആഡഡ് ഷുഗർ ദെൻ ഇറ്റ്സ് ടു മച്ച് കാലറി. ബട്ട് ഐ ഹാവ് ദാറ്റ് ഫ്രീഡം ബിക്കോസ് ഞാൻ അധികം കാപ്സ് കഴിക്കുന്ന ഒരാളല്ല. സോ ഈ സമയത്ത് നമുക്ക് ടോട്ടൽ കാലറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് എക്സസ് കാലറീസ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് യു നോ. ആൻഡ് ദിസ് വൺ ഹാസ് ഗോട്ട് ഫുൾ ഓഫ് ഷുഗർ. സോ ഇറ്റ്സ് ടു മച്ച് ഷുഗർ ഇൻ the barbecue sauce. But sometimes I need to please my palates, you know. So sometimes you sacrifice, sometimes you eat, you know. That's the story. Okay. Wow. Barbecue sauce so good. പ്രിങ്ങുവിൻ്റെ കലവിരുദ്ധമുണ്ട്. മുന്നേ എറിഞ്ഞ് കളിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കുത്തി വെച്ചിരിക്കുക. വൈകുന്നേരം വരുമ്പോൾ പ്രിങ്ങ് ഇതെടുത്തിട്ട് കൊടുക്കും അവർക്ക്. അപ്പോൾ അവർ അടിയിൽ അത് വെച്ചിട്ട് കളിക്കും. പോർക്കും ബീഫും കോമ്പിനേഷൻ നല്ല കേട്ടോ, നല്ല ഫ്ലേവർ. സോ 200 ഗ്രാം പാറ്റി ഉണ്ട് ഓൾ ടുഗെദർ. സോ പോർക്ക് ഹാസ് ഗോട്ട് ലിറ്റിൽ ബിറ്റ് ഹയർ ഇൻ പ്രോട്ടീൻ. സോ പ്രോബബ്ലി ഇതിൽ 200 ഗ്രാം എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 50 to 60 grams ഓഫ് പ്രോട്ടീൻ ഉണ്ടാവും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ ഇന്നലെ നേരത്തെ കിടന്നു. 9:45 കിടന്നുറങ്ങിയിട്ട് രാവിലെ 5:15 എഴുന്നേറ്റാണ്. ഗുഡ് സ്ലീപ്പ് ആഫ്റ്റർ ലോങ് ടൈം. താങ്ക് യു ഗോൾഡ. ഇനിയിപ്പോൾ 2 മണിയായി. ഒരു പവർ നാപ്പ്. അത് കഴിഞ്ഞ് പ്രിങ്ങൂരിൽ നിന്ന് സ്വിമ്മിങ് ഉണ്ട്. സോ അതാണ് അടുത്ത പരിപാടി. പവർ നാപ്പ് ആൻഡ് സ്വിമ്മിങ്. ഇന്ന് ഞാൻ UK ഒരു ആൽക്കോളിൻ്റെ ബോർഡിൽ നമ്മുടെ ആൽക്കോൾ സെൻഡ് ചെയ്തു. കൊറിയർ. ഇവിടെ $55 നമ്മുടെ കുപ്പിയിലെ വില. ഇത് പക്ഷേ UK അയക്കാൻ പക്ഷേ $350. ആ കാശിന് 2 ബ്ലൂ ലേബിൾ UK മേടിച്ചടിക്കുക അല്ലേ. ഓക്കെ, ഗുഡ് ഈവനിങ് കൊണയടി. പ്രിങ്ങപ്പൻ ചായയും കാപ്പിയൊക്കെ ആയിട്ട് കയറി ഇരുന്നിട്ടുണ്ട് വണ്ടിയിൽ. നാട്ടിൽ വാർപ്പ് പണിക്കാരൊക്കെ വൈകുന്നേരം കാപ്പി, 11 മണിക്ക് ചായ, ഇഡ്ഡലിൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചായ ഇഡ്ഡലിയും കൊടുക്കണം, വാർപ്പ് പണിക്കും തേപ്പ് പണിക്കൊക്കെ വരണവർക്കെന്ന് പറയുന്നത്. ഈ സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് ചിരി വരും, ഇന്നും ചിരി വരും കേട്ടോ. അത് നാട്ടിലായതുകൊണ്ടല്ല. എന്തിനാ അങ്ങനെ ചെയ്യണേ? അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം അവർ പൊതിഞ്ഞു കൊണ്ടുവരിക, അവരവരുടെ ഭക്ഷണം കഴിക്കുക, അതും കൂടെ ചേർത്തിട്ടുള്ള പണിക്കാശ് മേടിക്കുക എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്. മറ്റേത് നമ്മുടെ ചോയ്സ് ആവുമല്ലോ, അതൊരു ലൈബിലിറ്റി പോവും. അതെന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. വൈകുന്നേരം ആകുമ്പോൾ കാപ്പി, പുട്ട്, ഇതൊക്കെ അതേപോലെ തേപ്പ് പണി കഴിഞ്ഞിട്ട്
ഞാൻ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പരിപാടി കണ്ടിട്ടില്ല കേട്ടാ. ഒരു സ്റ്റാഫ് ഈവൻ എന്താ വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളൊരു കോഫി ഓഫർ ചെയ്താൽ പോലും ഇവിടെ പണിക്ക് വരുന്ന ആളുകൾ അത് മേടിച്ച് കുടിക്കുക പോലും ഇല്ല. അത് നല്ലതോ പൊട്ടയായിട്ട് പറഞ്ഞല്ല, എൻ്റെ ഓർമ്മയിൽ നിന്നൊരു കാര്യം എടുത്ത് പറഞ്ഞു. അതേപോലെയാണ് പ്രിങ്ങു സ്വിമ്മിങ്ങിന് പോണേക്കളും മുന്നേ ബിസ്ക്കറ്റും കാപ്പിയൊക്കെ എടുത്തിട്ട് സെറ്റാക്കണേ. പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, അവിടെ നീ ഉറങ്ങിയാ? Why so quiet? Why say nothing? I don't know. Are you excited to go to swimming? Yeah. Yeah. I wonder if I'll like change my levels. You gonna change your levels now? I want to try. Oh, so that is up to you to change it, or the teacher? No, like I want to try being better and then like try to get my. You need to spend higher- more time in water to get it better. ഇന്നത്തെ ഉച്ചയ്ക്ക് കൊണ്ടായി ബർഗർ എങ്ങനെ ഉണ്ടായിരുന്നു? No story from the school today? Nothing happened up at the school? നീ എന്ത് ചെയ്യണമെന്നറിയോ? നീ സ്കൂളിലുള്ള സമയത്ത് തന്നെ ആലോചിക്കണം. ഡാഡയുടെ ഇപ്പം വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നിന്റെ ഓഡിയൻസിന്റെ അടുത്ത് നിനക്ക് സ്റ്റോറി പറയാനുണ്ടെന്ന്. സോ യു നീഡ് ടു ലുക്ക് ഫോർ എ ബെസ്റ്റ് സ്റ്റോറി എവറി സിംഗിൾ ഡേ ആൻഡ് നെറേറ്റ് ദാറ്റ് സ്റ്റോറി. Because you're good at making stories. So narrate that Who story to said? them. I am telling you. You always say stories at home. You talk. So, you know, that's the way you improve. So, whenever a whole day something happening, pick the best incident and ready and give that it for like 2 minutes or 1.5 minutes, short and nice. That's the way you improve, you know. You got an audience to watch, so use it. Of course, you know. But thank you. We will see you with the kids and the mom. നമ്മ ജോലി സ്ഥലത്ത് നിന്ന് നേരെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു. That's a different view today. Hey? Hey? Hey, Chuma? Hey? What is this? Everybody there? ഇന്നലെ ചൂണം കഴിക്കാൻ വരാന്ന് പറഞ്ഞാ പറഞ്ഞ പച്ചമീൻ തിന്നെ. You missed it. Next year now. അങ്ങനെയൊന്നും നോക്കി ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ എല്ലാവരെയും കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ അല്ലേ? All the kids are here now. Let's go. So how was your birthday? Okay. Okay, there we go. Vikramadityan, look here. Ashmay, look here. നിന്നെ കാണുമ്പോൾ പേരുടെ പോലെ ഉണ്ടല്ലോ. അച്ചുമുട്ടനല്ലേ ഇത്? അച്ചുമുട്ടനാണോ? അച്ചുമുട്ട, ലുക്ക് ദിസ് ഫ്രെയിം. അച്ചുമുട്ട എന്താ അമ്മ അച്ചുമുട്ടനെ പിടിക്കമ്മ. ഏറമ്മയ്ക്ക് കുശുമ്പായി. എടുമാ കുസുമ്പൂ കാണാനില്ലേ? കണ്ട, ഇങ്ങനെയാണ് ചേച്ചിമാരെ കുട്ടികളെ കൊത്തി സ്വഭാവം പഠിപ്പിക്കുക. എങ്ങനെയാ അവൾക്ക് കൊടുത്ത ബിസ്ക്കറ്റ് അവളതിന്ന് എടുത്തിട്ട് പിള്ളേരെന്നെ ഇങ്ങനെ മറ്റേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പോലെ കൊടുത്ത് കൊതിപ്പിക്കുക. എന്നിട്ട് ഞാൻ അവിടെ മെയിൻ മീല് കഴിക്കില്ല, ബിസ്ക്കറ്റ് മേലിക്കുന്നു. കണ്ടോട്ടാ, ഒരു ബിസ്ക്കറ്റ് ഹാഫ് ഉള്ളോട്ടാ ബേബീസിന് ട്ടാ. അമ്മ, how was your work, mom? It was good. Good ആയിരുന്നോ? റിലാക്സ്ഡ് ആയിരുന്നോ? നീ വെക്കേഷൻ കഴിഞ്ഞിട്ട് ചെന്ന് ചോദിച്ചപ്പോ നിന്റെ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചില്ലേ? പിന്നെ എല്ലാരും ചോദിച്ചു. ആണോ? എന്നിട്ട് നീ അവർക്ക് എന്തെങ്കിലും മോണിമെന്റ്സ് കൊണ്ടുകൊടുത്താ? Yes, I gave them എന്നായിരുന്നു ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ ഓസ്ട്രേലിയയിലെ ടിം ടാം. അതതിന് മേടിച്ചായിരുന്നാ? അത് ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോയിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് നീ മേടിച്ചെടുക്കുക. ന്യൂസിലാൻഡ് ടിം ടാം, ന്യൂസിലാൻഡിൽ നിന്ന് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിച്ചോണ്ട് ശരിക്കും ഓസ്ട്രേലിയനാ. ആണോ? സംതിങ് ന്യൂ ടു നോ. അവിടെ നിറച്ച് സോവനിയേഴ്സിന്റെ കടയിലെല്ലാം ഇത് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നീ എടുത്ത വീഡിയോസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു വെരി മച്ച്. ക്യാമറ ഇങ്ങനെ ഇരിക്കുമ്പോ നീ അച്ചുമുനിയാണോ നോക്കിയിരുന്നു ഇങ്ങനെ? അടുത്ത തവണ ഞാൻ നന്നായിട്ട് എടുക്കും. ഒന്നാമത് മൈക്ക് ഉടുപ്പിന്റെ മുകളിൽ വെക്കണ മൈക്ക് എങ്ങനെയാണ് നീ കൈ പിടിച്ചിട്ട് ഉരുളക്കിഴങ്ങ് പോലെ എങ്ങനെ പിടിച്ചിട്ടുള്ളത്? രണ്ടുപേരുള്ള കാരണം മൈക്ക് കയ്യിൽ പിടിച്ചു. ഇത് നെഞ്ഞത്ത് കുത്താൻ അതിന്റെ ക്ലിപ്പ് ഉണ്ട്. എത്ര കാലായി വീട്ടിൽ എടുക്കണു? പരിഹസിച്ചതല്ല. മോൻ തന്നെ പോകുമ്പോ എന്നൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ പോയിട്ട് ഒരു ഹണ്ടിങ് വീഡിയോ 10 എടുത്തിട്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ എന്തിനാന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. അത് 3 ക്യാമറ. ഫോർഗെറ്റ് ടു ടേക്ക് അല്ല, അമ്മയും കൂടി വർത്തനം പറയാ ഇങ്ങനെ. അമ്മ ക്യാമറ അപ്പുറത്ത് ചുമരിന്റെ മുകളിലേക്ക് ഇങ്ങനെ. സത്യം, ദിസ് ഈസ് ദ സ്ട്രീറ്റ്, ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്. ഇത്ര നോക്കുമ്പോ സ്ട്രീറ്റിന്റെ മുകളിലേക്ക് ക്യാമറ. ഇവരെ കാണാനില്ല.
എന്താണെങ്കിലും ഞാൻ അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത്. എന്റെ മോനെ അങ്ങനെ ചെയ്യല്ലേ. അങ്ങനെ എവരിബഡി. ഇപ്പൊ നീ എന്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയേ. എന്തിനു മോനെ അങ്ങനെ തന്നെ ചെയ്യണം? അത് നിങ്ങൾ കണ്ടാലേ അടുത്ത തവണ നിങ്ങൾ ശരിയാക്കുള്ളൂ. യു ഹാവ് ടു മേക്ക് മിസ്റ്റേക്സ് ഇൻ ഓർഡർ ടു. അവര് ചിരിക്കട്ടെ, അവർക്ക് ചിരിക്കാനാണ് സമയം. അവരല്ല, ഞാൻ ചിരിച്ചാവുന്നു. നീ ചിരിക്കേ. നല്ലതല്ലേ ചിരിക്കാൻ വേണ്ട ആൾക്കാർ എന്തൊക്കെ കോമഡി പടങ്ങളും റീൽസ് ഇരുന്ന് കാണണേ. സ്വന്തം വീഡിയോ കണ്ട് ചിരിച്ചാ പോരെ. അപ്പൊ ആ കൊടുക്ക്, വാ കൊടുക്ക്, ബിസ്ക്കറ്റ് കൊടുക്ക്. അത് വായിലോട്ട് വെച്ച മൈക്ക് പിടിച്ചിട്ട് സംസാരിക്കുമ്പോ മാമീനെ മൊത്തക്കിട്ട് പിന്നെ മൈക്ക് കൂടിയാ, പിന്നെ അമ്മ പറയണത് കേൾക്കണില്ല. 1.5 മണിക്കൂറിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോ 3 മിനിറ്റ് പോലും തികയില്ല. സത്യം, ഓണസ്റ്റ്. അതിന് വേണ്ടിട്ടാ ഞാൻ 1.5 മണിക്കൂർ ചെയ്തേ. നന്നായി. 24 മണിക്കൂർ അതിനകത്ത് ക്യാമറ വേണ്ട. എങ്ങനെ ഒരു ഗോപ്രോ വെച്ചാൽ മതിയായിരുന്നു തലയുടെ മുകളിൽ. ഇതിനേക്കാൾ നല്ല വീഡിയോ കിട്ടി. അപ്പൊ തലയിട്ട് വെട്ടിക്കില്ലേ? എന്നാലും കുഴപ്പമില്ല, വെട്ടണോടത്തെങ്കിലും നോക്കാൻ പറ്റില്ല. ഇത് തല വെട്ടണോടത്തില്ല, ഇങ്ങനെ ഇരിക്കണേ ക്യാമറ. പിന്നെ എങ്ങനെ നോക്കേ. കിഡ്സിന്റെ മീല് നമ്മുടെ കുറച്ച് ഈ പോർക്ക് ഞാൻ എടുത്തു. ഓക്കെ, കുറച്ച് കുറച്ചുകൂടെ ബട്ടർ ഇട്ടേക്കാം. ബട്ടർ ഇസ് വെരി അൺഹെൽത്തിട്ടാ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ബട്ടറിൻ്റെ പേരിനെ മാറ്റി ഞാൻ ഹാർട്ട് അറ്റാക്കിനെ ഞാൻ വിളിക്കുക ബട്ടറിനെ. സോ ഇഫ് യു ഗൈസ് ആർ വറീഡ് അബൌട്ട് ഹാർട്ട് അറ്റാക്ക്, യൂസ് ലെസ് ബട്ടർ. ദോസ് ഹു ആർ നോട്ട് വറീഡ് അബൌട്ട് ഹാർട്ട് അറ്റാക്ക്, യു ക്യാൻ ഈറ്റ് ബട്ടർ. 3 നേരം ഇന്ന് രാവിലെ 5. എത്ര മുട്ടയുണ്ട് ഇവിടെ? മുട്ടപ്പേരുന്നു അവിടെ. Pork and Motta, Mamu. Motta Mamu getting ready, kiddos. Boom bang get on up. And little bit of a Mamu for kiddos. Mamu പതിരും. ഇന്നലെ പ്രിങ്ങോ അരച്ചെമ്പ് നിന്നിട്ടുണ്ട് മാമു. കേക്കണ്ട, അപ്പം എന്നെ ചീത്ത വിളിക്കും. ഓക്കെ, ഈസി ഡൺ. നമ്മുടെ പോർക്ക് കറി നോക്കിയാൽ ഒരു തരി ആ ഡാർക്ക് സോയ ഒഴിച്ചിട്ടുള്ള കോലയി കാണണേ. ഇനി ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോർക്ക് റെഡി ആയിട്ടാ. ഒന്നും കൂടി ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലേശം കുരുമുളക് പൊടിയും കരിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്താൽ ഇവ നല്ല ഡ്രൈ ആയി വരും. ഓക്കെ, യു ഗെറ്റ് എ നൈസ് കളർ. ഇഫ് യു നീഡ് ഡീപ്പ് ഡാർക്കർ, ലെറ്റ് ഇറ്റ് കൂൾ ഡൗൺ ആൻഡ് ഫ്രൈ ഇറ്റ് അഗെയിൻ. There we go. Mamu time, where are you? എന്നിട്ടാ പോർക്ക് മാമു ആണോ? TV ഓഫ് ഇട്ടിട്ടാടാ. സമാധാനം ഇപ്പൊ തരും. അപ്പൊ അതിനെ തല്ലണ എന്തിനാ? തല്ലല്ലേ? ഓക്കെ. നൈസ് മാമു ആണോ? എനിക്കറിയാട്ടാ. നൈസ് മാമു ആണോ? ഇടമ്മേനെ ഉമ്മച്ചില്ലേടാ. എൻ്റെ ഫേവറേറ്റ് ഗേൾ ഇടമ്മയാണ് കേട്ടാ. ഏറ്റവും കൊത്തി നീയാ. നമ്പർ 1 കൊത്തി ജോബ്. നൈസ് മാമാണാ? അയ്യോ വേനെടുത്താ? ഊതുണ്ട് ഒപ്പം. അത് കണ്ട എല്ലാം റിപ്പീറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്ത് ഇടമാമയ്ക്ക് നമ്മൾ മറ്റേ തൈര് തരാട്ടോ. അങ്ങനെ ഞങ്ങൾ പറ്റിക്കാം. അവിടെ പോയിട്ട് അടുത്ത ബാച്ച് തൈര് ഉണ്ടാക്കട്ടെ. ഞാൻ ഒരു 6 ലിറ്റർ വെച്ച്. ആരാന്നാ? ഹലോ, TV നോക്കിയിട്ട് അവൾക്ക് അറിയാട്ടോ അതൊക്കെ. ഹലോ, സേ ഹലോ. ആർ യു ഗൈസ് ഈറ്റ് ഡിന്നർ എന്ന് ചോദിച്ചേ? ഈറ്റ് ചെയ്തോന്ന് ചോദിച്ചേ? ഡിന്നർ കഴിച്ചോന്ന് ചോദിച്ചേ കൊച്ചേ? ആരത്? ഞാൻ പിങ്ങു മാമ മമ്മേ മോനിയ. ഗോൾഡേന്നും എന്നെ മോനെന്നാ വിളിക്കുന്ന കേട്ടോ. ഡാടാ അമ്മ എന്നല്ല. ക്ലോക്ക് എല്ലാം ഉണ്ട്. നമ്മമ്മ. ഓക്കെ, ഞം ക്ലോ. നോസ് ഇയേഴ്സ് അല്ല, നോസ്. ഡാഡയുടെ മൂക്കിൽ നിന്ന് ചോര വരുത്തിച്ച നോസ്. അതന്നെ കുത്തിക്കേറ്റ് സ്വന്തം ചോര വരുത്തിട്ടാ. കരയായിരിക്കോ? ഇയേഴ്സ് അവിടെ? ഇയേഴ്സ് ചെവി പറഞ്ഞ ചെവി പറഞ്ഞ ചെവി. നോ. അവിടെ നിന്ന് ഇറങ്ങണം. ഞാൻ ഇവിടെ ഇരിക്കണില്ല. ഞാൻ പോയി. അവിടെ ഇരുന്ന് ശരിയാവില്ല. കോമ്പൽച്ചിട്ട് സംഭവം കാണിക്കപ്പോ.
ഗുഡ് വൺ എസ്മേ. ആ അതന്നെ. 8. ഹേ ഇത്ര പെട്ടെന്ന് എടുക്കാൻ പാടില്ല. 9. പോവാ. അവിടെ ചെയ്യണം. കൊള്ളാം, നീ കൊള്ളാടാ. വെയിറ്റ്, നീ കാരണം ഞാൻ ഇത്രയും പിടിച്ചു തന്നേലേ. മടിച്ചോടെ ഏറുമ്മ. എവിടെ ഗുഡ് വേണം ഏറുമ്മ. എസ്മേ ഏറുമ്മ ചെയ്തില്ല കേട്ടാ, ഏറുമ്മ ചെയ്തില്ല. That was a good session though. Good workout അമ്മ. Good work എസ്മേ. ദേട്ടാ ഒരുപാട് പോർക്ക് വേണ്ട കേട്ടാ. നെയ്യുള്ള പോർക്കാ തിന്നു കഴിഞ്ഞാൽ എനിക്ക് ആകെ ചക്കടിക്കും. that's enough. That's enough. Heaps. ഇല്ല ഏട്ടാ, ഒരു പോവില്ല. പിങ്ങാന്ന് എടുക്കണം മോനെ പ്ലീസറാ. അടുത്തത് വരുന്നുണ്ട്. രണ്ടാളും വന്നിട്ട് താഴെ നിന്നോളെ. വേണമെങ്കിൽ ആ ചോറ് ചൂടാക്കി കൊടുക്കും. നീ പോർക്ക് വെച്ചിട്ട് എപ്പോഴും പറഞ്ഞ നീ പറയണതും പറയാത്തതും എനിക്ക് എടുക്കാൻ പറ്റില്ല ചില സമയത്ത്. നിന്നെ നമ്പാൻ കൊള്ളില്ല, നീ എന്നെ തെറി വിളിക്കും. പിന്നെ അവിടെ പരത്തിയിട്ടൊന്നും പറഞ്ഞു അതവിടെ വിട്ടോന്ന് അതവള് തുറന്നു കഴിഞ്ഞാല് കുറെ നാളെ ഇങ്ങനത്തെ പോർക്ക് വെച്ചിട്ട്. അല്ലെങ്കിൽ എപ്പോഴും മറ്റേ ഇതില് പുളി വെച്ചില്ലേ, ഒരു തരി വെച്ചിട്ടുള്ളൂ. മതി. കുറച്ച് സോയ സോസ് ഇട്ടിട്ടുണ്ട്. എപ്പോഴും ആ പുളി ഉള്ളത് കഴിക്കുമ്പം ഒരു സുഖമില്ല. ഇതില് പക്ഷെ പുളി ഇട്ടിട്ടുണ്ടല്ലോ ഞാൻ. എപ്പോഴും പുളി ഉള്ളത് എനിക്ക് പക്ഷെ പോർക്ക് പുളിയുള്ളത് ഇഷ്ടം. പോർക്ക് ഇഷ്ടം ചൊവയില്ല. താങ്ക് യു മാം. സിമ്പിൾ കറി കേട്ടാ, പക്ഷെ നല്ല സിമ്പിളാന്ന് എനിക്ക് അതിന് മനസ്സിലായേ. ഞാൻ നല്ല പോർക്ക്, ഈസി റെസിപ്പിയാണ്. കുറച്ച് നമ്മൾ സബോള തക്കാളി ഇടരുത് കേട്ടോ. പോർക്കിൽ തക്കാളി കൊള്ളൂല. തക്കാളിയും പോർക്കും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. ഞാൻ ഒന്നാക്കി ബിക്കോസ് പോർക്ക് ഹാസ് ഗോട്ട് ദാറ്റ് നാച്ചുറൽ ഫ്ലേവർ. സോ പലപ്പോഴും തക്കാളി ഇടുമ്പോൾ അത് മോശമായിട്ട് തോന്നിയായിരുന്നു എനിക്ക്. ഈസി കറി. At the end, a little bit of a soy sauce that increase the color and the flavor. അയ്യോ നമുക്ക് ഇവരോട് ബൈ പറയാം കേട്ടോ നമുക്ക്. ഓക്കെ, സോ പോർക്ക് വെന്റ് വെൽ. യൂണി ബാക്കിയുള്ളൂ. Everybody loved it. The only thing we can't eat too much pork. Pork കുറച്ച് ബ്ലോട്ട് ആവും. Too much heavy ആണ്. ബൈ പറ ബൈ. Pork. അപ്പോൾ another beautiful day. And here, what is exciting for tomorrow? Nothing, eh? Same day. Maybe we do different cooking. I look for something new. And we do a bit of a cooking tomorrow. Rina, are you coming or what? Okay, ഒളിച്ചിരിക്ക ബൈ പറയാനായിട്ട്. അപ്പോൾ അതുപോലത്തെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൂപ്പാ. Pa.